ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കാദമിക് റൈറ്റിംഗിൽ യൂണിറ്റ് 4 എലമെന്റ്സ് ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ എടുത്ത് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. അപ്പോൾ കുറേ പേര് ഇതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ്, ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് വീഡിയോ ചെയ്യാൻ. നറേഷൻ എന്താണെന്ന് ചോദിക്കും, അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതേപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് നറേഷനും ചോദിക്കും. അപ്പോൾ ഒന്നെങ്കിൽ 2 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നറേഷൻ നോക്കി, അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ അല്ലെങ്കിൽ എസ്സേവേഴ്സിനൊക്കെ ആയിട്ട് ഈ ഒരു നറേഷൻ്റെ ഫീച്ചേഴ്സും അതുപോലെ ഫംഗ്ഷണൽ നറേഷൻ്റെ എക്സാമ്പിൾസും ഒക്കെ ചോദിക്കും. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ച് പോയാൽ 2 മാർക്ക് 5 മാർക്ക് എങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ വരും, അത് ഉറപ്പാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ 9 റെക്ടോറിക്കൽ മോഡ്സിനെ കുറിച്ച് ഈ ഒരു ചാപ്റ്ററിൽ പറയണം. അപ്പോൾ അതിൽ ഒന്നാമത്തേതാണ് ഈ നറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിട്ടോറിക്കൽ പറയുന്നത് നമ്മൾ മുന്നേ ഒരുപാട് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്താണ്. റെക്ടോറിക്കൽ മോഡ്സിന് അതിൻ്റെ ഫംഗ്ഷൻസും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ മുന്നേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്യണം. പിന്നെ അതിൽ ഒന്നാണ് ഈ നറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. റെട്ടോറിക്കൽ മോഡ്സ്, അതിൻ്റെ ഒരു ഫംഗ്ഷൻസും പിന്നെ നറേഷനും. നമുക്ക് നറേഷൻ എന്താണെന്ന് ഫസ്റ്റ് നോക്കാം. നറേഷൻ ഓർ നറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിട്ടോറിക്കൽ മോഡ് സ്യൂട്ടബിൾ ഫോർ റിലേറ്റിംഗ് എ സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ് ഓർ തോട്ട്സ്. അതായത് ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു ഇവൻറ്റ്സ്, ഒരു തോട്ടിനെയോ സൂചിപ്പിക്കാൻ പറ്റുന്ന, ഒരു നറേറ്റ് ചെയ്യാൻ പറ്റുന്ന റിട്ടോറിക്കൽ മോഡാണ് ഈ ഒരു നറേഷൻ എന്ന് പറയുന്നത്. അത് 2 ടൈപ്സ് ഉണ്ട്, ഫിക്ഷണലും ഉണ്ട് നോൺ ഫിക്ഷനും ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ തരാം, ഇതെന്ന് പറഞ്ഞാൽ ഫിക്ഷൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടേഴ്സ് ഒരു ബോക്സിൽ, നോൺ ഫിക്ഷൻ വേറൊരു ബോക്സിൽ. അപ്പോൾ ഇത് രണ്ടും ഒരു ബോക്സിൽ നോൺ ഫിക്ഷൻ ഏതൊക്കെയാണെന്ന് എടുത്തെഴുതാൻ പറയും. ഒരു ബോക്സ് നോൺ ഫിക്ഷൻ എന്ന ഹെഡിങ് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് എഴുതണം ഏതൊക്കെയാണ് ഫിക്ഷണൽ ക്യാരക്ടേഴ്സ്, ഏതാണ് നോൺ ഫിക്ഷണൽ ക്യാരക്ടേഴ്സ്. ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ. അപ്പോൾ അതേപോലെ ഒരു ബോക്സ് നമ്മൾ എടുത്തെഴുതേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരും. ഇപ്പോൾ ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷോർട്ട് സ്റ്റോറി, നോവൽ. അപ്പോൾ അതൊക്കെയാണ് ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സങ്കല്പിക കഥാപാത്രങ്ങൾ, അതാണ് ഫിക്ഷൻ. അതായത് നമ്മൾ ഈ ആനിമേഷനൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ സങ്കല്പത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ, അതൊക്കെയാണ് ഫിക്ഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുക, നോവല്, ഷോർട്ട് സ്റ്റോറി ഒക്കെയാണ് കേട്ടോ. നോൺ ഫിക്ഷനിൽ വരുന്നത് എന്താ വെച്ചാൽ ഓട്ടോബയോഗ്രഫി, ലൈഫ് റൈറ്റിംഗ്, ബയോഗ്രഫി, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്, ന്യൂസ് പേപ്പർ എസ്സേ. അതായത് ലൈഫിലുണ്ടായ ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാളുടെ ലൈഫിലുണ്ടായ കുറച്ച് കാര്യങ്ങളും, അതുപോലെ ഓട്ടോബയോഗ്രഫി, ജീവിതാനുഭവങ്ങളും, ഒരു ലൈഫ് റൈറ്റിംഗ്, ആ കാര്യങ്ങളൊക്കെയാണ് നോൺ ഫിക്ഷനിൽ വരുന്നത്. അപ്പോൾ നിങ്ങളത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. നമുക്ക് നമ്മുടെ രീതിയിൽ എടുത്ത് എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്, ഫിക്ഷണൽ നറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് നോട്ട് റിയൽ, ഇമാജിനറി തിങ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്തൊരു ഇവിടെ നോവല എന്ന് പറയുന്നത്. നോവല പറഞ്ഞാൽ ഷോർട്ട് സ്റ്റോറിനെക്കാട്ടി വലുതാണ്, എന്നാൽ നോവലിനെക്കാട്ടി ചെറുതാണ്. അപ്പോൾ അതാണ് ഈ നോവല പറഞ്ഞത്. അപ്പോൾ നോവല എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ നോൺ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ലൈഫിലുണ്ടായ ഒരു കാര്യങ്ങൾ, അത് റിയൽ തിങ്സ്. ഓക്കെ, അപ്പോൾ അത് മാറിപ്പോകാതെ നോക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക വെച്ചാൽ ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് നറേറ്റീവ് റൈറ്റിംഗ്. നറേറ്റീവ് ക്യാരക്ടറിൻ്റെ ജനറൽ റൈറ്റിംഗ് അതുപോലെ ക്യാരക്ടറിസ്റ്റിക് ആണ് ഇങ്ങനെ പറയാൻ പോകുന്നത്. മാറിപ്പോകരുത് കേട്ടോ. ഫസ്റ്റ് വൺ പ്ലോട്ടാണ് വരുന്നത്. ദ ഇവൻറ്റ്സ് ദാറ്റ് കൺസിസ്റ്റ് ദ നറേറ്റീവ് യൂഷ്വലി ടോൾഡ് ദ സീക്വൻഷ്യൽ ഓർഡർ. അപ്പോൾ അവിടെ 6 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ് നറേറ്റീവിൽ വരുന്നത്, നറേറ്റീവ് റൈറ്റിംഗിൽ വരുന്നത്. പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റോറി എഴുതാതിരിക്കുന്ന ഒരു സമയം, ആ ഒരു ഇവൻ്റ് ഒക്കെയാണ് കൺസിസ്റ്റ് ചെയ്യുന്നതൊക്കെയാണ് പ്ലോട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ ആൻഡ് ദ ടൈം, എന്ന് വെച്ചാൽ എവിടെ ഇരിക്കുന്നത്, എവിടെയാണിത് നടക്കുന്നത്, ആ ഒരു മെൻഷൻ, അത് ആ ഒരു നറേഷൻ നടക്കുമ്പോൾ നമ്മൾ പറയണം ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതാണ് ഈ സെറ്റിംഗ് എന്ന് പറഞ്ഞത്. ദ ലൊക്കേഷൻ ആൻഡ് ദ ടൈം ഓഫ് ഇവന്റ് മെൻഷൻ ഇൻ ദ നറേറ്റീവ്, അതാണ് സെറ്റിംഗ്. അടുത്ത് നമുക്ക് കുറേ ക്യാരക്ടേഴ്സ് നമുക്കറിയാം. ഒരു സ്റ്റോറിയിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും, അതിൽ മെയിനായിട്ട് സെൻട്രൽ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ പറയും. ദ സബ്ജക്റ്റീവ് ഓർ പീപ്പിൾ ഇൻ ദ നറേറ്റീവ്. ദ ക്യാരക്ടേഴ്സ് മേ ഇൻക്ലൂഡ് ദ പ്രൊട്ടോഗോണിസ്റ്റ് ഉണ്ട്, ആൻറ്റോഗോണിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആൻറ്റോഗോണിസ്റ്റും പ്രൊട്ടോഗോണിസ്റ്റ് എന്നുള്ള നോട്ട് ചെയ്യുക. ആൻറ്റോഗോണിസ്റ്റ് പറഞ്ഞാൽ എന്താണ്, സെറ്റ് അഗെയിൻസ്റ്റ് ദ സെൻട്രൽ, എന്ന് വെച്ചാൽ ഈ വില്ലനൊക്കെ ആയിട്ട് വരണം ഈ ആൻറ്റഗോണിസ്റ്റ്. പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ക്യാരക്ടേഴ്സ്. ഇപ്പം അമർ അക്ബർ എന്തോണി ആ സിനിമയിലാണ് നമുക്ക് പ്രൊട്ടഗോണിസ്റ്റ് ആരാ, അമർ അക്ബർ, ആ ഒരു ക്യാരക്ടേഴ്സ്, മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെയാണ് പ്രൊട്ടഗോണിസ്റ്റ് കേട്ടോ. മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം ഉണ്ടാവണം. ഇപ്പോൾ ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ അതിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരിക്കില്ലേ, ആ പ്രോബ്ലംസ് ഒക്കെയാണ് പറയുന്നത്. പ്രോബ്ലം കോസ്ഡ് ബൈ ദ എക്സിസ്റ്റൻസ് ഓഫ് ഓപ്പോസിങ് ഫോഴ്സസ് വിത്ത് ദ ഓർ ഔട്ട്സൈഡ് ദ ക്യാരക്ടേഴ്സ്. വെച്ചാൽ ക്യാരക്ടേഴ്സിൽ അവർ ആ ഒരു പ്രോബ്ലം എങ്ങനെ, ഒരു ലൈഫിലുണ്ടാകുന്ന പ്രോബ്ലം എങ്ങനെ തരണം ചെയ്യുന്നത്, അതിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെയാണ് കേട്ടോ ഇതിൽ പറയുന്നത്. അടുത്ത എന്താ, റീസൊല്യൂഷൻ. എന്ന് വെച്ചാൽ ആദ്യത്തെ നമ്മൾ മുന്നേ പറഞ്ഞല്ലോ കോൺഫ്ലിക്റ്റ് ഉണ്ട്, എന്നാൽ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു സൊല്യൂഷൻ, റീസൊല്യൂഷൻ. എന്ന് വെച്ചാൽ ക്ലൈമാക്സ് ഓഫ് ദ സ്റ്റോറി ദാറ്റ് മേ ഷോ റീസോൾവിങ്. എന്ന് വെച്ചാൽ ക്ലൈമാക്സ് കോൺഫ്ലിക്ട്സ് ഉണ്ടായെന്ന് പറഞ്ഞല്ലോ സ്റ്റോറിയിൽ. അപ്പോൾ കഴിഞ്ഞാൽ നോർമലായിട്ടും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ റീസൊല്യൂഷനാണ് ക്ലൈമാക്സ് ഓഫ് ദ സ്റ്റോറി. അടുത്ത വെച്ചാൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ്, അതായത് പെർസ്പെക്റ്റീവ് അഡോപ്റ്റഡ് ബൈ റെൻഡറിങ് ഓഫ് ദ സ്റ്റോറി കോൾഡ് പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ ഇതാണ് 6 ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് നറേറ്റീവ് റൈറ്റിംഗ് കേട്ടോ. ചോദിക്കാം. ഇനി അടുത്തത് പറഞ്ഞാൽ പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് വെച്ചാൽ ഗൈഡ് ലൈൻസ് ഓഫ് നറേറ്റീവ് എസ്സേ എന്ന് പറയും.
നറേറ്റീവ് എസ്സേ എഴുതാനുള്ള ഗൈഡ് ലൈൻസ് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡീൽ വിത്ത് ദ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ദ റൈറ്റർ. റൈറ്ററിന് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. എനി എക്സ്പീരിയൻസ് ആയിരിക്കും, പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ആവും, ഇവൻറ്റ്സ് പാർട്സ് ഒക്കെ ആവും. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതാം, അതായത് എൻ്റെ എന്നുള്ള രീതിയിൽ മൈ ഓൺ രീതിയിൽ നമുക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് എഴുതാം. അപ്പോൾ നമ്മളെന്താ ഇൻട്രോ എഴുതണം, അതുപോലെ ബോഡി പാരഗ്രാഫ് ഒക്കെ വേണം. എന്ന് വെച്ചാൽ ബോഡി ഫസ്റ്റ് നമ്മൾ പാരഗ്രാഫ് എഴുതുമ്പോൾ ഒരു ബോഡി എഴുതണം, ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ വേണം, അപ്പോൾ അതിന് പീപ്പിൾ തിങ്സ് ആ കാര്യങ്ങളൊക്കെ പോലെ മെസ്സേജ് ഉണ്ടായിരിക്കണം, ഡയലോഗ് ഉണ്ടായിരിക്കണം, ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഗൈഡ് ലൈൻസ് ഓഫ് നറേറ്റീവ് എസ്സേ എന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഡീൽസ് വിത്ത് റൈറ്റർ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കാം, ഇനി എക്സ്പീരിയൻസ് ആയിരിക്കാം, അതുപോലെ ഇവൻറ്റ്സ് പാർട്സിൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് ആയിരിക്കും. ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതുന്നത് എൻ്റെ രീതിയിൽ, മൈ ഓൺ എന്ന രീതിയിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു മെസ്സേജ്, ഡയലോഗ്, ഡിസ്ക്രിപ്ഷനൊക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഇതിനൊരു കോൺഫ്ലിക്റ്റും അതുപോലെ ഒരു റീഡേഴ്സിന് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലിക്റ്റും ഒരു നല്ല മെസ്സേജും ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയാണ് ഈ ഒരു ഗൈഡ് ലൈൻസ് ഓഫ് നറേറ്റീവ് എസ്സേയിൽ വരുന്നത്. നോട്ട് ചെയ്യുക, എക്സാമിന് വന്നേക്കാം. പിന്നെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ് ഡിസ്ക്രിപ്ഷനെ കുറിച്ച്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. എബിലിറ്റി ടു ഡിസ്ക്രൈബ് തിങ്സ്, പീപ്പിൾ ഓർ ഇവൻറ്റ്സ്. ഒരു ഇവന്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. അപ്പോൾ അതാണ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നത്. മെയിൻ നോട്ട് ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. അതായത് നറേറ്റീവിൽ നമ്മൾ പറഞ്ഞല്ലോ, ഫിക്ഷണൽ നോൺ ഫിക്ഷണൽ, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ എക്സ്പീരിയൻസസ്, നമ്മൾ പറഞ്ഞല്ലോ സ്വന്തമായിട്ടുള്ള കാര്യം, ഓൺ മാറ്റേഴ്സ് എന്ന് വെച്ചാൽ സ്വന്തം കാര്യങ്ങൾ. ഡു നോട്ട് മെൻഷൻ ദ അതേഴ്സ് ഒപ്പീനിയൻ എന്നല്ല, സ്വന്തം എക്സ്പീരിയൻസ്, സ്വന്തം. പിന്നെ ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്. കമ്പാരിസണും കോൺട്രാസ്റ്റും എന്താന്ന് പറയും, അതിനെക്കുറിച്ച് എഴുതാൻ പറയും. ഇതെന്താ പറയുക, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഇസ് യൂസ് എക്സാമിൻ ദ 2 സബ്ജക്ട് ബൈ ഐദർ കമ്പയറിങ് ഓർ കോൺട്രാസ്റ്റിംഗ്. എന്ന് വെച്ചാൽ നമ്മളൊരു ഫോർമാറ്റ് ഉണ്ട്, നമുക്ക് ഒരു കാര്യം എഴുതാൻ വേണ്ടിയിട്ട് ഒരു പാരഗ്രാഫൊക്കെ എഴുതും, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു എസ്സേ എഴുതുമ്പോൾ ഫസ്റ്റ് എന്താണ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും, ഓപ്പണിംഗ് ആയിരിക്കും. രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്താ വേണ്ട, കമ്പാരിസൺ. ഫസ്റ്റ് ബോഡി പാരഗ്രാഫും പിന്നെ എന്താണ് ആ ഒരു സിമിലാരിറ്റിനെ കുറിച്ചാണ് സെക്കൻഡ് നമ്മൾ എഴുതുക. തേർഡിൽ നമ്മൾ എന്താ കോൺട്രാസ്റ്റ്, ഒരു ഡിഫറൻസിനെ കുറിച്ചിട്ടും. പിന്നെ ഇതിന് കൺക്ലൂഷൻ ഒരു ഇത് എഴുതുക. അതുപോലെ എന്താ എഴുതേണ്ട, ഒരു ബ്രീഫ് സമ്മറി അബൌട്ട് ദ സിമിലാരിറ്റീസ് ഓർ ഡിഫറൻസ്. ഇത് രണ്ടിനെ കുറിച്ചൊരു സമ്മറി എഴുതുക. പ്രസ് എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്പണിംഗ് എഴുതുക, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എഴുതുക, പിന്നെ ഫോർമാറ്റിൽ കമ്പാരിസൺ എഴുതുക, പിന്നെ കോൺട്രാസ്റ്റ് ചെയ്ത് കൺക്ലൂഷൻ എഴുതുക. അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അത് വേറെ എക്സാമിന് വന്നേക്കാം, അത്രേ ഉള്ളൂ. അതുപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ മാക്സിമം ഒന്ന് വായിച്ചു പോകുക. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.